കാരണം 50% ഇന്ന് പഞ്ചായത്തിൽ പോലും നമുക്ക് സംവരണമുള്ള സ്ഥിതിക്ക് പ്രഗത്ഭരായ, എനിക്ക് തോന്നുന്നു ഉണ്ണി സ്വാഗതം പറഞ്ഞു കഴിഞ്ഞപ്പോൾ 1-2 പേരുകൾ പറഞ്ഞു. ടീച്ചറുടെ കാര്യമൊക്കെ പറയണ കേട്ടു. ടീച്ചർ ഈ വേദിയിലേക്ക് വരാവുന്നതാണ്. അല്ലെ, അധ്യക്ഷന്റെ സമ്മതത്തോടു കൂടി ഒരാളെ വേദിയിലേക്ക് എത്താൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ നമ്മുടെ ഉദ്ഘാടകൻ പ്രിയപ്പെട്ട ദേവൻ ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാ മുഖ്യമന്ത്രി SNDP യോഗം ജനറൽ സെക്രട്ടറി ഇന്നലെ എത്രത്തോളം SNDPയെയും ആ സമുദായത്തെയും ചേർത്ത് പിടിക്കുന്നുള്ളത് ആണ് ഇന്നലെ എനിക്കത് മനസ്സിലായത്. കാരണം പമ്പയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയും SNDP യോഗം ജനറൽ സെക്രട്ടറിയും ഒരുമിച്ചാണ് ആ യാത്രയിൽ ഒരുമിച്ചുണ്ട്. അത് കേരളത്തിന് കൊടുക്കുന്നൊരു സന്ദേശം ഞാൻ കറജനോട് സൂചിപ്പിക്കുകയായിരുന്നു. കേരളത്തിലെ 29% വരുന്ന പ്രബലമായിട്ടുള്ള ഒരു സമുദായത്തെ, എനിക്ക് ഏകദേശം 1.25 കോടി 1.5 കോടി 3.5 കോടി ജനസംഖ്യ ഉള്ളതിൽ 1.5 കോടിയോളം ഈഴവ സമുദായമാണെന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. അതുകൊണ്ട് ഒരു ശക്തിക്കും നിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ മതപരിവർത്തനം ഉണ്ടായില്ലായിരുന്നെങ്കിൽ, ഇപ്പോൾ കേരളത്തിലെ ജാതി സെൻസസ് എടുക്കുകയാണെങ്കിൽ 29% ഇപ്പോൾ ഉള്ളത്. മതപരിവർത്തനം ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 60-70% ഈഴവ കമ്മ്യൂണിറ്റി തന്നെയായിരുന്നു അന്നും ഇന്നും മുൻപന്തിയിൽ. എന്തുകൊണ്ടാണ് അത്തരത്തിലായിട്ട് മതപരിവർത്തനത്തിൽ സമുദായങ്ങൾ മാറി കഴിഞ്ഞാൽ അന്നുണ്ടായിരുന്ന ജാതി വ്യവസ്ഥ തന്നെയാണ് അതിനൊരു പ്രധാനപ്പെട്ട കാരണം. ഞാനിങ്ങനെ റോജ് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഗുരുദേവൻ ഒരു ജാതി എന്നുള്ള രീതിയിലേക്ക് മാറിയത്, ഒരു ജാതി എന്ന് പറയുന്ന സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് മാറിയെന്നുള്ളതൊന്ന് ആലോചിക്കണം. അന്ന് ഈഴവ അല്ലെങ്കിൽ പിന്നോക്ക ജാതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാൻ പോലും അവകാശമില്ലാതെ, മനുഷ്യൻ എന്ന പരിഗണന പോലും കിട്ടാതെ നടക്കേണ്ട ഒരു സാമൂഹിക സ്ഥിതിയിലാണ് നമ്മളെല്ലാവരും ജീവിച്ചിരുന്നത്. അന്ന് ഒരു ജാതി എന്ന് പറയുമ്പോൾ ആ സമുദായ അംഗങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ആത്മാഭിമാനം ഉണ്ടാകണം, ജാതിയില്ലാത്ത ഒരു തരത്തിലേക്ക് അവർക്ക് മാറാൻ കഴിയണം എന്നുള്ളത് കൊണ്ടായിരിക്കണം. അതല്ലാതെ ജാതി തുടച്ചു നീക്കണം എന്നുള്ള അർത്ഥത്തിൽ ഒരിക്കലും അദ്ദേഹം അങ്ങനെ പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ അതുകൊണ്ടാണ് ഇന്ന് ഓരോ സമുദായ അംഗങ്ങളും, എനിക്ക് തോന്നുന്നത് ആ ഇന്ന സമുദായത്തിൽ പെടുന്ന അംഗങ്ങളാണെന്ന് നമ്മൾ ഓരോരുത്തരും പറയുമ്പോൾ നമ്മൾക്ക് സർക്കാരിന്റെ പോലെ ആനുകൂല്യം ഇന്ന് അഭിമാനമാണുള്ളത്. അത്തരത്തിലേക്ക് സമുദായ അംഗങ്ങളുടെ ആ ആത്മാഭിമാനത്തിനെ ഉയർത്തിക്കൊണ്ടാണ് ഇത്രയും. ഞാൻ ഈ കഴിഞ്ഞ നമ്മുടെ ആലുവ ലോകമത സമ്മേളനത്തിന്റെ 100ാം വാർഷികത്തിന് ശ്രീനാരായണ ഗുരുവിനെ അനുസ്മരിക്കുന്നതിന് വേണ്ടി റോമിൽ പോപ്പിൻ്റെ അടുത്ത് ഞങ്ങളെല്ലാവരും, അന്നത്തെ അദ്വൈത ആശ്രമത്തിലെ സ്വാമികളും അങ്ങനെ ഒരു കുറച്ച് MLA-മാരും, ലോകത്തു നിന്നുള്ള എല്ലാ ശ്രീനാരായണ പ്രവർത്തകരും മറ്റു ആളുകളെല്ലാം റോമിലൊരു ദിവസം ഞങ്ങൾ പോപ്പിൻ്റെ സാന്നിധ്യത്തിൽ സമ്മേളനം കൂടിയിരുന്നു. അപ്പോൾ അവിടെ പോലും ഒരു ലോകമതത്തിൻ്റെ മുൻകൈയിൽ നിൽക്കുന്ന പോപ്പ് പോലും ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ഗുരുദേവന്റെ തത്വചിന്തകൾക്കായിരുന്നു. നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം മറന്നുകൊണ്ട് ഒരാൾക്കും കേരളത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. എങ്ങനെയാണ് ഒരു സാമൂഹിക വ്യവസ്ഥയ്ക്ക് നമ്മൾ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം കാണാൻ കഴിയും. ഒരു ചെറിയ കുളമുണ്ടാവും, അല്ലെങ്കിൽ വലിയൊരു ജലം കിട്ടുന്ന, വെള്ളം കിട്ടുന്ന ഒരു സ്ഥലം. അതിനോട് ചുറ്റിപ്പറ്റിയാണ് വന്ന സ്ഥിതിക്ക് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കുറച്ച് ആളുകൾ ഒരു സാമൂഹ്യ വ്യവസ്ഥ രൂപപ്പെടുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് ഗുരുദേവൻ കണ്ട ഒരു കാര്യം. ആദ്യം സമുദായ അംഗങ്ങൾക്ക് ഒരു അമ്പലം അല്ലെങ്കിൽ സ്വത്തുക്കൾ ഉണ്ടാകണം, വിദ്യാഭ്യാസം ഉണ്ടാകണം. എങ്കിൽ മാത്രമാണ് അവർക്ക് ആത്മാഭിമാനത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. എനിക്ക് തോന്നുന്നു 20 വർഷം മുമ്പ് ഈ താലൂക്ക് യൂണിയന്റെ ഓഫീസ് ഒരു ചെറിയ കെട്ടിടത്തിൽ നിന്ന് ഇന്ന് കാണുന്ന സൗകര്യത്തിലേക്ക് എത്തണമെങ്കിൽ എന്താണ് ഗുരു ഉദ്ദേശിച്ചത്
അത്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങളുടെ യൂണിയന്റെ ഭാരവാഹികൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ യൂണിയന്റെ പ്രവർത്തനത്തിൽ കാണുന്ന ഏറ്റവും മികച്ച ഇതായിട്ട് ഞാൻ കാണുന്ന ഒരു മികവ്. പിന്നെ പലപ്പോഴും ഞാൻ ഈ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആധാർ കാർഡ് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ ഈ പണ്ട് കാരണം ഈ ഹിന്ദു മതത്തിൽ എനിക്ക് തോന്നുന്ന ഇവിടുത്തെ SNDPയോ അല്ലെങ്കിൽ മറ്റു പിന്നോക്ക സമുദായങ്ങൾ അംഗങ്ങൾ ആരും തന്നെ ഒരു ഹിന്ദു ആയിട്ട് ജനിച്ച ആളുകളാണെന്ന് പണ്ട്, ഇന്നത്തെ കാര്യമല്ലോ, പണ്ടുള്ള കാര്യം. പണ്ട് രാമനെ കുറിച്ചോ അല്ലെങ്കിൽ കൃഷ്ണനെ കുറിച്ചോ ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാരണന്മാരുടെയൊക്കെ ചെവിയിൽ എന്താണ് ഈയം ഒഴിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പല വീടുകളിലും ഞാൻ ചെല്ലുമ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയില്ല. എല്ലാവരും ആ പ്രാർത്ഥനാ ഗാനങ്ങളൊക്കെ ചൊല്ലും. പ്രത്യേകിച്ച് SC ST വിഭാഗങ്ങൾ വരുന്ന ആളുകൾ അത്തരത്തിൽ പ്രാർത്ഥനകൾ, അവരുടേതായ പ്രാർത്ഥന ഹിന്ദുവൽക്കരിക്കപ്പെടാമെന്ന് പറയും. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് SNDP ശാഖകളിൽ അല്ലെങ്കിൽ മരണ സ്ഥലത്തൊക്കെ ഞാൻ പോകുമ്പോൾ കാണുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അവർ നമ്മുടേതായ ഗുരുസ്തോത്രങ്ങളും അതിലൊരു ആചാരക്രമം ഉണ്ടാക്കുകയും അതാണ് പിന്തുടരുന്നത്. വേറെ ഒരു തരത്തിലുള്ള ആളുകളൊന്നുമില്ല. ആ പൂജ ചെയ്യുന്ന ആൾ പോലും അങ്ങനെ ക്രമേണ ഇത്തരത്തിലുള്ള ഓരോ നടപടികളും സമുദായത്തിൻ്റെ ആത്മാഭിമാനം ഉയർത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ ചിന്തകളുണ്ട്. ഞാൻ കർണചാരൻ്റെ അടുത്ത് ചോദിക്കുകയായിരുന്നു, എല്ലാ ഞായറാഴ്ചയും ഇവരെല്ലാം ഇവിടെ ഒത്തുകൂടുന്നു. കാരണം ഞായറാഴ്ച പള്ളിയിൽ പോകുന്ന പോലെ, കുർബാന കൂടുന്ന പോലെ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന പോലെ, അങ്ങനെ SNDPക്ക് ഇപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ എന്ന് ചോദിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ അത്രത്തോളം വന്നിട്ടില്ല. പക്ഷേ അത് വരും. അത് അങ്ങനെ വരുമ്പോഴാണ് ഇത് കൂട്ടുചേരുന്നതിനുള്ള നമ്മുടെ പഴയ നാട്ടുവർത്താനങ്ങൾ, ആൽത്തറകൾ എന്ന് പറയുന്ന പോലെ കൂട്ടുചേരാനുള്ള ഒരു ഇടമായി ഇത് മാറണം. അവിടെ വരുമ്പോഴാണ് അത് അവരുടെ ആശയങ്ങൾ. നിങ്ങളിങ്ങനെ പലപ്പോഴും ഇവിടെ ഇരിക്കും, ഇതൊരു ചർച്ച ചെയ്യാണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്, ഒരു പ്രസംഗത്തിനേക്കാളുപരി നമ്മളിങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ആശയങ്ങൾ, ഞാൻ കർണചാരൻ്റെ അടുത്ത് ഒരു ചോദ്യം കൂടി ചോദിച്ചു, എന്തുകൊണ്ടാണ് ഒരു വനിതാ പ്രാതിനിധ്യം ഈ സ്റ്റേജിലില്ലാത്തതെന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും ഇനിയുള്ള